പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് പീലിപ്പോസിൻ്റെയും യാക്കോബിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്ക് രക്തസാക്ഷികളായ ഈ അപ്പോസ്തലന്മാരുടെ തിരുനാൾ ഭക്തിയോടെ ആചരിക്കാം. ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു പോയവരാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പീലിപ്പോസാണ് ഈശോയോട് പറയുക, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു താ, ഞങ്ങൾക്കത് മതി എന്ന് പറയുന്ന വലിയൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് പീലിപ്പോസ് നിലകൊള്ളുമ്പോൾ, ഈ യാക്കോബ് പറയുന്നത് 2-ാം അധ്യായം യാക്കോബിൻ്റെ ലേഖനം 17-ാമത്തെ വാക്യം, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതായത് ഇന്ന് ഈ 2 അപ്പോസ്തലന്മാരെ നമ്മൾ കൊണ്ടാടുമ്പോൾ വിശ്വാസവും പ്രവൃത്തിയും നമുക്ക് അതിപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഭക്തിയോടുകൂടെയുള്ള നിൽപ്പും പ്രാർത്ഥനയും, ഉള്ളിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. അത് ഈ കുർബാന മധ്യേ നമുക്ക് നല്ല മനസ്സോടുകൂടെ, ശരീരവും മനസ്സും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈകിതാം നന്ദി ചൊല്ലുന്നിവ താഴ്മയാൽ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർഗ്ഗ രാജനേ. സർവശക്തനാ ദൈവമേ നാദനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ നാദനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനി കണ്ടാവേ കാരുണ്യം തൂകണേ എങ്ങളിൽ. ലോകത്തിൻ പാവനി കണ്ടാവേ എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവനം ഭാഗത്തിരുന്നേടൂ എങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതേ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങു തനേകണം നാഥനു, അങ്ങ് മാത്രം പരമോന്നതൻ, തൃക്കൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിന്റെയും വിശുദ്ധ യാക്കോബിന്റെയും ആണ്ടുതോറുമുള്ള ആഘോഷത്താൽ ഞങ്ങളെ അങ്ങ് ആനന്ദിപ്പിക്കുന്നുവല്ലോ. അവരുടെ പ്രാർത്ഥനകൾ വഴി അങ്ങേ ഏകജാതന്റെ പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് അങ്ങ് നിത്യദർശനത്തിലെത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ചെയ്യണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസ്വാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്കു രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നതുപോലെ 3-ാം നാൾ ഉയർക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരങ്ങൾക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേര വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: വഴിയും സത്യവും ജീവനും ഞാനാണ്. ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവിലും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തോമസിനോട് പറഞ്ഞു: വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു: കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു: ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമധേയ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് യോഹന്നാൻ 14:6. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. വഴിയും സത്യവും ജീവനും. നമ്മൾ ഈ വഴി എന്ന് പറയുന്ന ആ വാക്യന് തുല്യമായിട്ടുള്ള ചില പദങ്ങൾ ബൈബിളിലുണ്ട്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. യോഹന്നാൻ 10:7, ഞാനാണ് ആടുകളുടെ വാതിൽ. വഴിയും വാതിലും സെയിമല്ലേ? ഞാനാണ് ആടുകളുടെ വാതിൽ. യോഹന്നാൻ 10:9, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഇപ്പം നമ്മൾ നമ്മുടെ രക്ഷ പ്രാപിക്കുക എന്ന നമ്മുടെ ആഗ്രഹം അത് യേശുവിലൂടെയാണ്. യേശുവാണ് വഴി, യേശുവാണ് വാതിൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. നഥാനയേൽ പീലിപ്പോസ്, ഇന്ന് പീലിപ്പോസിനെ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ പീലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്ത് എന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള സംസാരത്തിൽ അവസാനം യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ വാക്യമാണ്. 51-ാമത്തെ വാക്യം അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഈ വചനത്തിന് ഒരു ഇണവചനം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. യാക്കോബിൻ്റെ ഗോവണി. യാക്കോബിൻ്റെ ഗോവണി അത് ഉൽപ്പത്തി 28-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ഭൂമിയിൽ വന്നത് മനുഷ്യർ പാപം ചെയ്തപ്പോൾ ദൈവവും മനുഷ്യരും തമ്മിലൊരു വിടവുണ്ടായി. ആ വിടവ് നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഏണി ഇങ്ങനെ സ്വർഗത്തിലേക്ക് ചാരി വെച്ചാൽ നമ്മൾ കയറിപ്പോകാൻ വേണ്ടി. അപ്പോൾ ആ ഏണിയാണ്, യാക്കോബിൻ്റെ ഗോവണിയാണ് യേശു. അപ്പം നമ്മളൊന്ന് വായിച്ചേ, ഞാനാണ് വഴി, ഞാനാണ് വാതിൽ, ഞാനാണ് ഗോവണി. വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈശോ മരിച്ച ഉടനെ ഒരു കാര്യം സംഭവിച്ചു. മരിച്ച ഉടനെ ബൈബിളിൽ നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്നറിയാവോ? ഈശോ മരിച്ച ഉടനെ ഒരു കാര്യം സംഭവിച്ചു. ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറിപ്പോയി. ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറിപ്പോയി. അതായത് അങ്ങനെ ഒരു വിടവുണ്ടായിരുന്നു. പരിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശനം അങ്ങനെ പറ്റില്ലായിരുന്നു. പക്ഷെ ഈശോയുടെ മരണം വഴി, ഈശോ മരിച്ചപ്പോൾ ആ തിരശീല കീറിപ്പോയി നമുക്ക് പ്രവേശിക്കാൻ, സുഖമായിട്ട് പ്രവേശിക്കാൻ പറ്റിയ ഒരു വഴി തുറക്കപ്പെട്ടു. അപ്പം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, അവിടെ നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റിയ 2 വചനങ്ങൾ ഉണ്ട്. അത് ഒന്ന്, അപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവൻ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഹെബ്രായർ എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവര്, തന്നിലൂടെ യേശുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്.
യേശുവിലൂടെ, അതല്ലേ ഈ വാതിൽ, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അപ്പോൾ ഈശോ വഴിയാണ്, ഈശോ വാതിലാണ്, ഈശോ ഗോവണിയാണ്. ഈശോ മരിച്ചപ്പോൾ തിരശ്ശീല കീറിപ്പോയി, ആ വിടവ് മാറ്റപ്പെട്ടു, ഈശോ വഴി തുറക്കപ്പെട്ടു. ഇനിയും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യം എന്തെന്നാൽ വിശുദ്ധ, അതിനു മുൻപ് 19-ാമത്തെ വാക്യം, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ഇനി അടുത്ത വചനം ഹെബ്രായ 10:20, എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ, ശരീരമാകുന്ന വിരി, കർട്ടൻ, വെയിൽ, ശരീരമാകുന്ന വിരി. അപ്പോൾ ഈശോ മരിച്ചപ്പോൾ എന്താ കീറിപ്പോയത്, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് വളരെ സിംബോളിക്കായിട്ടാണെങ്കിലും ഈശോയുടെ വേദനയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. ഈ വിരി, വഴി, വാതിൽ, ഗോവണി, വിരി, ദേവാലയത്തിന് തിരശ്ശീലം. അപ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ചേ, തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ, യേശുവിലൂടെ രക്ഷ എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ ശരീരം ഇങ്ങനെ വിരി കീറിപ്പോണ പോലെ ഈശോയുടെ ശരീരം ഇങ്ങനെ കീറി, എന്നിട്ട് അതിലൂടെ ഒരു വഴി ഉണ്ടായി, അതിലൂടെ നമ്മൾ കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആ അത് ദൈന്യത ഇല്ല, നമുക്കത് മനസ്സിലാക്കും, അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈശോ നമുക്ക് ഈ വാതിൽ തുറന്നു തന്നത്. ഈശോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈശോ നമുക്ക് പിതാവിലേക്കുള്ള വഴി തുറന്നു തന്നത്, നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഇത് സിംബോളിക്കാണ്. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ വഴി തുറന്നെങ്കിൽ ഈശോ തൻ്റെ ശരീരം നെഞ്ചിങ്ങനെ പൊളിച്ചു വെച്ചിട്ട് അതിലൂടെ കയറിപ്പോ മക്കളെ എന്ന് പറഞ്ഞതുപോലെയാ. അപ്പൊ എന്തുമാത്രം ഈ ഈശോ തന്ന രക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ പറ്റുകയില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ നമ്മളിത് പാലിക്കും? ഇത് ഞാനാണ് വഴിയും സത്യവും ജീവനും, നമുക്കിതൊക്കെ അറിയാം. പക്ഷെ നമുക്കത് ഉള്ളിലേക്ക് അങ്ങ് കയറിയിട്ടില്ല. ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ഒരു 10 മിനിറ്റ് ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, എനിക്ക് ദൈവം തന്ന രക്ഷ, അത് ഞാനിവിടെ അനുസ്മരിക്കുന്ന ബലിയർപ്പണം, അതിന് മുന്നൊരുക്കമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുവോ? ഈശോ ഇങ്ങനെ ശരീരം കീറിപ്പൊളിച്ച് തന്ന രക്ഷ, പ്രിയ ദൈവ പൈതലം, നിനക്ക് നിസ്സാരമാണോ? നിനക്കൊരു വേദനയില്ലേ? ഈശോ ഇങ്ങനെ തൻ്റെ ചങ്ക് പൊളിച്ച് തന്ന രക്ഷ നീ കണ്ടിട്ടും അനുഭവിച്ചിട്ടും നിനക്കെന്തേ വേദനയില്ലാത്തത്? നീ എന്ത് ഇത് സിമ്പിളായിട്ട് കാണുന്നത്? ഈശോ പറയുന്നത്, ഈശോ വഴിയാണ്, വാതിലാണ്, ഗോവണിയാണ്, വിരിയാണ്. ഇതിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. നിനക്ക് ഈ രക്ഷ അനുഭവിക്കണമെങ്കിൽ ഈശോ പരിശുദ്ധ കുർബാനയിൽ മുറിക്കപ്പെട്ട അപ്പമായി വരുമ്പോൾ നീ അത് സ്വീകരിക്കണം. നിനക്ക് പാപമോചനം നിനക്ക് സംലഭ്യമാകുന്നത് അത് കുംഭസാരത്തിലൂടെയാണ്. നിന്റെ വ്യക്തിപരമായ അനുഭവം, ഈ രക്ഷയുടെ അനുഭവം നിന്റെ വ്യക്തിപരമായി മാറുന്നത് അത് കുംഭസാരത്തിലൂടെയാണ്. ഈശോ നമുക്ക് വേണ്ടി പാപം മോചിച്ചു, പാപങ്ങളൊക്കെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ കൈയും കെട്ടിയിരുന്നാൽ നിനക്ക് ആ രക്ഷ സ്വന്തമാകിയല്ല. ഒരു പാത്രത്തിൽ കുറെ ലഡു ഇരിക്കുകയാണ്, അത് നീ പോയി അതെടുക്കണം, എന്നാലേ നിന്റെ സ്വന്തമാകുള്ളൂ. നീ അതെടുക്കാത്തോടത്തോളം കാലം നിന്റെ സ്വന്തമല്ല. അതുപോലെ ഈശോ കുരിശിൽ മരിച്ചിട്ട് തന്ന പാപമോചനം അത് നിനക്ക് നിന്റെ സ്വന്തമാകണമെങ്കിൽ നീ കുംഭസാരിക്കണം. അപ്പോൾ കുംഭസാരം കുർബാന സ്വീകരണം. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അനുസ്മരണമാണല്ലോ എല്ലാ ഞായറാഴ്ചയും. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ആചരിക്കുകയാണല്ലോ ഇവിടെ ഈശോയുടെ ജനന മരണ ഉത്ഥാനങ്ങളുടെ അനുസ്മരണം. അപ്പം ഞായറാഴ്ചയാചരണം, കുംഭസാരം, കുർബാന സ്വീകരണം. ഇതല്ലാതെ പ്രിയ ദൈവ പൈതലേ നിനക്ക് രക്ഷയില്ല. ഒരു കുഞ്ഞിന് 2 വയസ്സാകാൻ പോകുന്നു. ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞത്, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ
ഈശോയുടെ ശരീരം സ്വീകരിക്കൂ, എന്നിട്ട് പ്രാർത്ഥിക്കൂ, ഈശോയെ എന്നിലൂടെ ഈശോയുടെ ശരീരം കടന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ട തുറന്നു കൊടുക്കണേ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല. നമ്മൾ മറിയത്തിന് സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് സഭയിലൊരു മുറവിളി ഉണ്ടായി. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കാരണം മറിയം സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മറിയത്തിനോ അല്ല, 100% യേശു ഏക രക്ഷകൻ. ചിലയിടങ്ങളിൽ മറിയത്തിൻ്റെ ഉടമ്പടി അത് ഞാൻ ലംഘിച്ചു എന്ന്. മറിയത്തിനോട് നമുക്കെന്താണ്? മറിയത്തിനോടല്ലല്ലോ, യേശുവിനോടല്ലേ. യേശുവല്ലേ നമ്മുടെ ഏകരക്ഷകൻ. മറിയമാണോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് മറിയമാണോ? അല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് യേശുവാണ്. യേശു ഏകരക്ഷകൻ. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു മറിയത്തിന് അങ്ങനെ ഒരു അപദാനത്തിന്റെ ആവശ്യമില്ല, കാരണം മറിയത്തിന് സഹരക്ഷക എന്ന അപദാനം കൊടുത്താൽ യേശുവിൻ്റെ ഏകരക്ഷകൻ എന്ന ആ പദവിക്ക് മങ്ങലേൽക്കും. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പൊ യേശു ഏകരക്ഷൻ, യേശുവിലൂടെ അല്ലാതെ. അതാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്, നടപടി പുസ്തകം 4:12, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ ജീവിക്കണം, ഇത് നമ്മൾ ഏറ്റുപറയണം. നീ എൻ്റെ സത്യവും നീ എൻ്റെ മാർഗവും നീ എൻ്റെ ജീവനും നീ എൻ്റെ സർവവും. യേശു മാത്രമേ എൻ്റെ സങ്കേതമേ, യേശു മാത്രമേ എൻ്റെ ആശ്വാസമേ, യേശു മാത്രമേ എൻ്റെ ആലംബമേ. ഞാനിന്നു കുമ്പിടുന്നു യേശുനാഥനേ, എന്നേശുനാഥനേ. നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. യേശു മാത്രമേ എൻ്റെ സങ്കേതമേ, യേശു മാത്രമേ എൻ്റെ ആശ്വാസമേ, യേശു മാത്രമേ എൻ്റെ ആലംബമേ. ഞാനിന്നു കുമ്പിടുന്നു. ഈശോ ഏകരക്ഷകൻ എന്നത് മറിയം പോലും ഏറ്റുപറഞ്ഞ കാര്യമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ കുരിശും മരണത്തെ മുന്നിൽ കണ്ട മറിയം ആരാധിച്ചു. മറിയം പറഞ്ഞത് ഇങ്ങനെയല്ലേ, ഞാൻ അങ്ങയുടെ ദാസിയാണ്. അപ്പം മറിയം പോലും കുരിശ് മരണത്തെ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവൈതലേ, മറിയത്തെ കൂട്ടുപിടിക്ക്. നിനക്ക് ഏകരക്ഷകനായ യേശുവിനെ നിന്റെ ജീവിതകാലത്തിലുടനീളം ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നിനക്ക് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ സമ്പലുണ്ട് നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും തിരുനാളിൽ
ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കുകയും നിർമ്മലവും സംശുദ്ധവുമായ ഭക്തി ഞങ്ങൾ ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലക്കങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. എന്തെന്നാൽ അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ അങ്ങേ സഭയെ ഉറപ്പിച്ചു നിർത്താൻ അങ്ങിടയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനങ്ങൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാവും നിറഞ്ഞുമതേയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത
പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർവ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ സഖായരാജ് മെത്രാനോടും എല്ലാ വൈദിക ഗണങ്ങളോടും സന്യസ്തരോടും അൽമായരോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതരായ അപ്പോസ്തലന്മാരായ പീലിപ്പോസിനോടും യാക്കോബിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും
അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എങ്ങളിൽ കണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എങ്ങളിൽ കണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എങ്കിൽ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി ഞങ്ങളുടെ മാനസങ്ങൾ അങ്ങ് ശുദ്ധീകരിക്കണമേ. അങ്ങനെ അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിനോടും വിശുദ്ധ യാക്കോബിനോടും കൂടെ അങ്ങേ പുത്രനിൽ അങ്ങേ ധ്യാനിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.